ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കിരൺ എഴുതുന്ന ഒരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ യഥാർത്ഥ പേരല്ല, എങ്കിലും കിരൺ എന്നാണ് ഞാനതിൽ എഴുതിയിരിക്കുന്നത്. എനിക്ക് 21 വയസ്സുണ്ട്. വീട്ടിലെ ഏറ്റവും ഇളയതാണ് ഞാൻ. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു ആൺതിരി ആയതുകൊണ്ട് എല്ലാവർക്കും വലിയ കാര്യമാണ്. എൻ്റെ 2 ചേച്ചിമാരും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യും. എനിക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകുന്നതിനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയി താമസിച്ച് വന്നാലോ ഒന്നും വീട്ടിൽ ഒന്നും പറയില്ല. വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. പിന്നെ സ്പോർട്സിൽ എനിക്കിത്തിരി കമ്പമുണ്ട്. ഓട്ടം, ഹൈ ജമ്പ് ഇതിലൊക്കെ ഞാൻ മിടുക്കനാണ്. സംസ്ഥാന തലത്തിലൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ശരീരം നല്ല ഫിറ്റാണ്. എൻ്റെ കൂടെയുള്ള ആൺപിള്ളേരും പെൺപിള്ളേരുമൊക്കെ നീ എങ്ങനെയാണ് ഫിറ്റായിട്ട് ശരീരം സൂക്ഷിക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ പറയും, രാവിലെ ഞാൻ ഓടാൻ പോകും. പിന്നെ ചെറിയ ചില എക്സസൈസുകൾ വീട്ടിലുണ്ട്, അത്രയേ ഉള്ളൂ. എന്താണെന്നറിയില്ല, ചെറുപ്പം മുതലേ ഓടുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ ശരീരത്തിന് ഒരു പ്രത്യേക ഭംഗിയാണെന്ന് അമ്മ പോലും പറയാറുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. പെൺകുട്ടികളെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അടുക്കാൻ ഇഷ്ടമല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ആഗ്രഹങ്ങളുണ്ടെങ്കിലും എനിക്ക് അവരോട് അടുത്ത് കഴിയുമ്പോഴേക്കും വല്ലാത്ത വെപ്രാളവും പരവേശമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രേമങ്ങളൊന്നും സഫലമായിട്ടില്ല. ആ കാര്യത്തിൽ ഞാൻ ഒരു പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൊക്കെ കളിയാക്കാറുണ്ട്. ഇനി എൻ്റെ കഥയിലേക്ക് കടക്കാം. എൻ്റെ വീടിന് തൊട്ടടുത്താണ് ശ്യാമളാൻ്റിയുടെ വീട്. ശ്യാമളാൻ്റി എൻ്റെ അമ്മയുടെ ക്ലാസ്മേറ്റാണ്. അമ്മയും ശ്യാമളാൻ്റിയും ഒരു കുഴിയിൽ ചാവാൻ നടക്കുന്നവരാണ്. ഇത് പറഞ്ഞ് അച്ഛൻ പോലും കളിയാക്കാറുണ്ട്. 2 പേരും ഏകദേശം ഒരേ സ്ഥലത്ത് താമസമാക്കിയായിരുന്നു. ശരിക്കും എൻ്റെ അമ്മ ഇങ്ങോട്ട് കെട്ടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ശ്യാമളാൻ്റി കെട്ടിച്ചത് ദൂരെ എങ്ങുമായിരുന്നു. പക്ഷേ പുള്ളിക്കാരി അടങ്ങിയിരുന്നില്ല. എൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ ഭർത്താവിനെ കൂടെ നിർബന്ധിച്ച് ഒരു സ്ഥലവും വീടും ഒക്കെ വാങ്ങി അവിടെ സെറ്റിലാകുകയായിരുന്നു. എൻ്റെ അമ്മയും ശ്യാമളാൻ്റിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. 2 പെണ്ണുങ്ങൾ ഇത്രയും ഒന്നിച്ചെങ്ങനെ ഇരിക്കാൻ പറ്റുമെന്നുള്ളത്. ശ്യാമളാൻ്റിയും എനിക്ക് ഏറ്റവും അടുത്ത ആൾ തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ അധികമൊന്നും സംസാരിക്കാൻ പോകാറില്ല. മിക്കപ്പോഴും ആളുകൾ വരുമ്പോൾ ഞാൻ എൻ്റെ മുറിയിലായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്ത് പുറത്തു പോകും. എങ്കിൽ ശ്യാമളാൻ്റിക്ക് എൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമാണ്. എനിക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും. ഒറ്റൊരു മോള് മാത്രമേ ഉള്ളൂ. അതെൻ്റെ മൂത്ത ചേച്ചിയുടെ പ്രായമാണ്. ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായി. തൽക്കാലം ആ ചേച്ചിയെ നീമി എന്ന് വിളിക്കാം. പുള്ളിക്കാരുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഡൽഹിയിലാണ് സെറ്റിൽഡ്. പിന്നെ എൻജിനീയറാണ്. ഭർത്താവ് എൻജിനീയറാണ്. 2 പേർക്കും അവിടെ ഒരു കമ്പനിയിൽ നല്ല ജോലിയാണെന്നാണ് പറയുന്നത്. ഞാൻ പക്ഷേ പോയിട്ടുമില്ല. വല്ലപ്പോഴും മാത്രമേ അവരിങ്ങോട്ട് വരികയുള്ളൂ. പിന്നെ ശ്യാമളാൻ്റി തന്നെയാണ് താമസിക്കുന്നത്. പുള്ളിക്കാരിക്ക് ആരുടെയും ആശ്രയമൊന്നും ഇഷ്ടമല്ല. ഭർത്താവ് മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമായി കാണും. ഇപ്പോൾ ഞാനും അച്ഛനും അമ്മയുമാണ് വീട്ടിലുള്ളത്. എൻ്റെ 2 ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞതാണേ. പക്ഷേ ഇടയ്ക്ക് അച്ഛനോട് അമ്മ കടുത്ത വഴക്കുണ്ടാക്കും. അങ്ങനെ വഴക്കുണ്ടാക്കുമ്പോഴില്ലേ അമ്മ പിണങ്ങി ശ്യാമളാൻ്റെ വീട്ടിലങ്ങ് പോകും. അന്ന് രാത്രി അവിടെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വരികയുള്ളൂ. ഒരു ദിവസം 2 പേരും കൂടെ വലിയ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും, നീ ഇന്ന് അവിടെ കൂടെ പോകുന്നില്ലേ? നിങ്ങൾ 2 പേരും മറ്റേ പരിപാടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കണക്കായിപ്പോയി. പരിപാടികൾ ഞങ്ങൾ ഇടയിലൂടെ അങ്ങ് നടത്തിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും മനുഷ്യ എന്ന് പറഞ്ഞ് അമ്മ കൂളായിട്ട് ഇറങ്ങിപ്പോയി. അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി. ഇത്രയും നാൾ വഴക്കുണ്ടാക്കിയെങ്കിലും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷേ എൻ്റെ കൺമുന്നിൽ വെച്ചാണ് പറഞ്ഞത്. അമ്മ എന്നെ തുറച്ചു നോക്കിയിട്ട് ഇറങ്ങിങ്ങ് പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞ് എന്താണെന്നറിയാമോ? നിൻ്റെ അച്ഛനെ കണ്ട് നീ പഠിക്കരുതെന്ന്. ഞാൻ പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല. അമ്മ ഇനി നാളെ രാവിലെ വരികയുള്ളൂ. വൈകിട്ടത്തെ ആഹാരം ഉണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വെച്ച് കഴിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അച്ഛന് മേടിച്ചോണ്ട് വരും. ഇങ്ങനെയാണ് വർഷത്തിൽ 10 വട്ടങ്ങളിൽ നടക്കാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം അച്ഛൻ ആരോപിച്ച സംഗതി ഞാൻ കേട്ടല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ഇരിപ്പുണ്ടെന്ന് അച്ഛന് തോന്നിയത്. അച്ഛൻ അമ്മ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, എടാ, അത് പിന്നെ നിൻ്റെ അമ്മയെ മനഃപൂർവ്വം ഹർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതല്ല. നാട്ടുകാർക്കിടയിൽ പണ്ട് തൊട്ടേ അങ്ങനൊരു വർത്തമാനം ഉണ്ടെന്ന്. ഞാനപ്പോൾ ഒന്നും മനസ്സിലാകാത്ത വിധത്തിൽ ചോദിച്ചു, എന്താ അച്ഛാ, എന്ത് വർത്തമാനമെന്ന്? എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴേക്കും, എടാ, അവർ 2 പേരും അമിതമായ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ടും അതുമാത്രമല്ല പല വാശികളാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ. അതുകൊണ്ട് തന്നെ അവളുടെ ഭർത്താവാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞത്, ഇവളുമാർ 2 പേരും കൂടി കടന്ന കൈയുള്ള പല ബന്ധങ്ങളും കാണും, അല്ലെങ്കിൽ ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമില്ല. പണ്ട് ഹോസ്റ്റലിൽ ഒന്നിച്ച് താമസിച്ചാണല്ലോ. നിനക്ക് മനസ്സിലായില്ലേ? ആണും ആണും തമ്മിൽ ബന്ധമുണ്ട്, പെണ്ണും പെണ്ണും തമ്മിൽ ബന്ധമുണ്ട്, ഇതൊക്കെ നമ്മൾ കേട്ടില്ലേ? അതുപോലെ എന്തോ ഒരു സീക്രട്ട് ഇവർക്ക് പിന്നിലുണ്ടെന്ന് അവളുടെ ഭർത്താവ് തന്നെയാണ് പറഞ്ഞത്, അല്ലാതെ ഞാനല്ല.
ഒന്ന് പോ അച്ഛാ, അങ്ങനൊന്നും പറയരുത്. അമ്മയ്ക്ക് നന്നായിട്ട് ഹർട്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നും കാണില്ല. അവർ തമ്മിൽ നല്ല തിക്ക് ഫ്രണ്ട്സാണ്. എനിക്കാണെങ്കിൽ പെണ്ണുങ്ങളോട് അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല, ആണുങ്ങളോടാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്സ്. ഞാനാണെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാറുമുണ്ട്. അപ്പോൾ എന്നെ അങ്ങനെ പറയില്ലേ അച്ഛന്ന്? ഷെടാ, അങ്ങനല്ലടാ. അവൾ കിടന്ന് അലച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളെയൊന്നും ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പെർമനൻ്റായിട്ട് ആൻറ്റിയുടെ വീട്ടിൽ നിൽക്കുമെന്ന് പറഞ്ഞു. ഓ പിന്നെ അവൾ നാളെ രാവിലെ ഇഡലി ചുടാൻ വേണ്ടിയിട്ട് ഇങ്ങ് വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാനും ചിരിച്ചു. രാവിലെ ആയപ്പോൾ അമ്മ വന്നു. അച്ഛനോട് മിണ്ടിയില്ല. ദോശ ഇഡലി അതുണ്ടാക്കി. അത് കഴിച്ചിട്ട് അച്ഛൻ ജോലിക്ക് പോയി. ആ സമയത്ത് എനിക്ക് ക്ലാസ് ഇല്ലായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നു. അപ്പോൾ അമ്മയോട് ചോദിച്ചു, ഇന്നലെ അച്ഛൻ പറഞ്ഞത് കേട്ട് നീ കിടന്ന് കിണിക്കുന്ന കണ്ടല്ലോ. ഞാനൊന്നും മിണ്ടിയില്ല. ഞാനാണെങ്കിൽ അവിടെ സ്തബ്ധനായിട്ടിരുന്നതേ ഉള്ളൂ. ഞാൻ ചിരിച്ചില്ല. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു? ആ പറഞ്ഞു. അമ്മയെ അങ്ങനെ വിളിച്ചത് ചുമ്മാ തമാശയ്ക്കാണെന്നും. ശരിക്കും ഈ ശ്യാമളാൻ്റിയുടെ ഹസ്ബൻഡില്ലേ, അയാൾ പണ്ടങ്ങാണ്ട് അച്ഛനോട് പറഞ്ഞെന്നും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഹോസ്റ്റലിൽ വെച്ച് അടുപ്പത്തിലാണെന്നും. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്. ഇന്നുവരെ അങ്ങേരെ ഇങ്ങനെ എന്നെ പറഞ്ഞിട്ടില്ല. ഇന്നലെയാണ് പറഞ്ഞത്. ഇനി എന്തായാലും സ്ഥിരമായിട്ട് അവിടെ വീട്ടിൽ വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പോയി നിൽക്കും. അതെന്തെങ്കിലും ആട്ടെ. നിന്നോട് ഞാൻ വേറൊരു കാര്യം പറയാം. എന്താമേ, ശ്യാമളയുടെ അവിടെ നിമി വന്നിട്ടുണ്ട് കേട്ടോ. അവൾ വല്ലാതെ വിഷമത്തിലാണ്. എന്താമേ? എടാ, അവൾക്ക് കുട്ടികളില്ലെന്ന് നിനക്കറിയില്ലേ? അറിയാം. എൻ്റെ ആ പുള്ളിയൊക്കെ കാണാൻ നല്ല ഹിന്ദി സിനിമ ആടമാരെ പുള്ളിക്കാണല്ലോ. എന്താമേ പ്രശ്നം? അതൊന്നും എനിക്കറിയില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്താ പ്രശ്നമെന്ന് ഞാൻ എങ്ങനെ അറിയുക? അവൾ പറയുന്നു അവനാ കുഴപ്പമെന്ന്, അവൻ പറയുന്നു അവക്കാ കുഴപ്പമെന്ന്. അങ്ങനെ വഴക്കിട്ട് അവിടുന്ന് വന്നതാണ്. ഇവളെ സമാധാനിപ്പിച്ചിട്ട് ശ്യാമള അവനെ വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് അവന് ഒരു കുഴപ്പമില്ല. അവൻ്റെ എന്തൊക്കെയോ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ അതെല്ലാം നോർമലാണ്. ഇവക്കാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അവിടെ ചികിത്സയൊന്നും ചെയ്തിട്ട് ഇവളുടെ കാര്യം ശരിയാകുന്നില്ലെന്ന് അങ്ങനെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടാണ് ഇങ്ങി പോകുന്നത്. ഉടനെയൊന്നും അവൾ തിരിച്ചു പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അവൻ്റെ വീട്ടുകാരൊക്കെ അവിടെ സിറ്റിയിലല്ലേ, അവിടെ എന്തൊക്കെയോ മുറുമുറുപ്പുണ്ട്. അതുകൊണ്ട് അവൻ ഇപ്പം ശാന്തനായിട്ട് പറഞ്ഞു ഇനി അവൻ കേരളത്തിലേക്ക് ഇടയ്ക്കിടെ വന്നോളാം, ഇവൾ അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. അയ്യോ, ആ ചേച്ചി ഭയങ്കര എന്തോ വലിയ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നല്ലേ, അത് ഉപേക്ഷിച്ചോ? അത് ഉപേക്ഷിച്ചു. അവൾക്ക് ദേ ഇവിടം കണ്ടൊരു കമ്പനിയിൽ പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ലടാ, നമ്മുടെ ഒരു ആയുർവേദ വൈദ്യനില്ലേ, നിനക്കറിയില്ലേ, അമ്പലത്തിൻ്റെ അവിടെയുള്ള ആ പുള്ളിയുടെ അടുത്ത് ചികിത്സിച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നും ശ്യാമള പറഞ്ഞു. അപ്പോൾ പിന്നെ അവളോട് നിന്ന് 1 വർഷത്തോളം ചികിത്സ ചെയ്യാൻ പോവുകയാണ്. അല്ല, അയാൾ ഡൽഹിയിലും ചേച്ചി ഇവിടെയും പിന്നെ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ ശരിയാകുക? ഒന്ന് പോച്ചേക്കാം, ആവശ്യമില്ലാത്തൊരു കാര്യങ്ങൾ ചോദിക്കാതെ. അവനിടയ്ക്ക് വന്നോളും. അതിന് സമയവും സന്ദർഭമൊക്കെ ഉണ്ട്. ആ സമയത്ത് ഭർത്താക്കന്മാർ വന്നോളും. അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല. നീ കല്യാണം കഴിക്കുമ്പം നിൻ്റെ ഭാര്യയും നീയും കൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ അറിയാവുന്ന ആരുടെങ്കിലും ചോദ്യം സ്വന്തം അമ്മയാണോ നിനക്കതൊക്കെ പറഞ്ഞു തരേണ്ടത്? ഇത് കൊള്ളാം, അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറയും. ഒരു ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല. എന്ത് റേഡിയോയോ? അങ്ങനെയല്ല, ചോദിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ. എനിക്കറിയില്ല ഇങ്ങനെയാണ്. എന്തായാലും ശ്യാമള ഇപ്പം പറഞ്ഞു നീ അങ്ങോട്ട് ചെന്നേ പറ്റൂ. അവളാണെങ്കിൽ ബോറടിച്ചിരിക്കുകയാണ് ഇപ്പം. അതിനെന്താ, ചേച്ചിക്ക് ജോലിയില്ലേ? വന്നപ്പോൾ ഉടനെ അവൾ ജോയിൻ ചെയ്യുന്നില്ല. അവൾ 1 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നുള്ളൂ. നീ അങ്ങോട്ട് ചെല്ലണം. അവൾക്ക് എന്തൊക്കെയോ ഷോപ്പിങ്ങിനോ മറ്റോ പോകണം. അതിനെല്ലാം നീ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നെ 24 മണിക്കൂറും അവൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നീ ചെല്ലണം. അമ്മേ, ചേച്ചി ഞാനും കൂടെ അങ്ങനെ അങ്ങ് സംസാരിക്കാറൊന്നുമില്ലല്ലോ. എനിക്ക് പറഞ്ഞതുപോലെ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്ത്രീകളുടെ കൂടെ ഒക്കെ നടക്കാനൊക്കെ. അയ്യോ, സ്ത്രീകളുടെ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളൊരുത്തൻ. എനിക്കിപ്പോൾ സംശയമുണ്ട് നിൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും സ്വഭാവമാണ് നിനക്കുള്ളതെന്ന്. ആണുങ്ങളോട് മാത്രമാണല്ലോ നിനക്ക് ഒട്ടൽ. അത് ശരിയാകില്ല. ഞാൻ പറയുന്നു, ശ്യാമളയും മോളും ഒരാവശ്യത്തിന് വിളിച്ചാൽ നമ്മളല്ലാതെ വേറെ ആരുണ്ട്? നിൻ്റെ 2 പെങ്ങന്മാരെ കല്യാണം കഴിച്ചയച്ചു. അവർ വന്നു കഴിഞ്ഞാൽ നീ അവിടെ തോളെ കയറിയിരുന്ന് ഇപ്പോഴും നിരങ്ങുമല്ലോ. അതുപോലെയുള്ളൂ. അമ്മേ, അമ്മാക്കുമ്മ എന്ന് വിളിക്കണ്ട, അങ്ങ് പോയാൽ മതി. ഇപ്പം തന്നെ പോയി അവളെ ഒന്ന് കണ്ടിട്ട് വാ. നിനക്കതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അമ്മയ്ക്കത് വാങ്ങിച്ചുകൊണ്ട് വരാൻ വയ്യായിരുന്നു? പിന്നെ നിനക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഞാൻ എന്താ വാങ്ങിക്കുന്നത്? അവർക്ക് നിന്നെക്കൊണ്ട് പല ആവശ്യമുണ്ട്, അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞ് അമ്മ എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ മടിച്ചാണ് അവിടെ ചെന്നത്. പക്ഷേ നിമി ചേച്ചി എന്നെ കണ്ടപ്പോഴും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ചെക്കൻ വളർന്ന് കഴിഞ്ഞ വർഷമല്ലട ഞാൻ കണ്ട്, 1.5 വർഷമായില്ലേ. ഇപ്പോൾ ദേ പോത്ത് പോലെ അങ്ങ് വളർന്നു. അപ്പോൾ ശ്യാമളാൻ്റി പറഞ്ഞു, എടി ആവശ്യമില്ലാതെ ചെക്കനെ പോത്തൊന്നും വിളിക്കാതെ, അവൻ നല്ല സുന്ദര കുട്ടപ്പനാണ്, നല്ല അമ്പലക്കാള പോലെ ഇരിക്കുകയല്ലേ എന്നും. ഞാൻ പറഞ്ഞു, പോ ആൻറ്റി, എന്നെ കളിയാക്കാതും. അല്ലടാ, നീ നല്ല സുന്ദരനല്ലേ. ഈ അടുത്തിടയിൽ നിന്നെപ്പോലെ സൗന്ദര്യമുള്ള ആരുണ്ട്? ഞാൻ പറഞ്ഞു, ആൻറ്റി എന്നെ പൊക്കണ്ട. പിന്നെ നിന്നെ പൊക്കിട്ട് എനിക്ക് എന്ത് കിട്ടാനാ എന്ന് പറഞ്ഞ് എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. നിമി ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് വാച്ച്, ഷർട്ട്,
ടീഷർട്ട് പാൻറ് എല്ലാം കൊണ്ടുവന്നു. സ്വീറ്റ്സും ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം എന്നെ കൊണ്ട് ഇടിപ്പിച്ചു. നീട്ടോണ്ട് വാ ഓരോന്നും. ഞാൻ പറഞ്ഞു എനിക്ക് മടിയാ, വേണ്ട, പോയിട്ട് വാടാ എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ച് അപ്പുറത്തെ ഒഴിഞ്ഞ മുറിയിൽ പോയി മാറി ഞാൻ ഓരോന്നും ഇട്ട് കാണിച്ചു. അതിൽ ഒരു ജീൻസ് മാത്രം ചെറുതായിരുന്നു. ഇത് നിനക്ക് കൊള്ളില്ല, ഇത് നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാം, ബാക്കിയെല്ലാം കറക്റ്റാണ്. നിന്നെ കഴിഞ്ഞ വട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ ശരീരം ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു, അതിനനുസരിച്ച് ഊഹിച്ചെടുത്തതാ. എന്തായാലും ഒരെണ്ണത്തിൽ മാത്രമേ ഒരു കുഴപ്പം പറ്റിയിട്ടുള്ളൂ അല്ലേടാ എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ ദേഹത്ത് ഒന്ന് കിള്ളി. ചേച്ചി പണ്ടത്തേക്കാൾ കൂടുതൽ ഉത്സാഹവതിയാണ്. സാധാരണ പ്രശ്നമുണ്ടാക്കി അവിടുന്ന് ഇവിടെ വരുമ്പോഴേക്കും എന്താ ഭർത്താവ് പിരിഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് വലിയ വിഷാദത്തിലായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ജില്ല ജില്ല നിൽക്കുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ചായ കുടിക്കാൻ വിളിച്ചു. ആ സമയത്ത് ശ്യാമളാൻ്റെ എന്നോട് പറഞ്ഞു, എടാ ഇവക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അവനാണെങ്കിൽ 8ക്കും 7ക്കും ആദ്യം അടുക്കുന്നില്ലായിരുന്നു. ഇവിടെ നാക്കും തുള്ളിലുമല്ലേ. അവൻ അടിമുടി പിണങ്ങി. അവൻ്റെ വീട്ടുകാരും പിന്നെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നിനക്കറിയില്ലേ വൈദ്യനെ, ഇന്നിപ്പോൾ വൈകിട്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം, നീയും വരണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ സമ്മതിച്ചു. പിന്നെ വൈദ്യൻ്റെ അടുത്ത് പോയി മരുന്നൊക്കെ പുള്ളിക്കാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പതുക്കെ പതുക്കെ പണ്ടുണ്ടായിരുന്ന ഒരകൽച്ച എനിക്കങ്ങ് ഇല്ലാതായി. ചേച്ചിയാണെങ്കിൽ ഭയങ്കര ഷോപ്പഹോളിക്കാണ്. എവിടെ പോയാലും എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യും. അങ്ങനെ പല സമയത്തും എന്നെ വിളിച്ചുകൊണ്ട് പോയി. വന്ന ഉടനെ തന്നെ പുത്തൻ കാറ് വാങ്ങിച്ചു. ഭർത്താവിനോടുള്ള വാശിക്കായിരിക്കും മിക്കവാറും കാറൊക്കെ ഞാനാണ് ഓടിക്കുന്നത്. ആ സമയത്ത് ഭർത്താവിൻ്റെ കോൾ വരും, എന്നെയൊക്കെ കാണിക്കും. അങ്ങനെ ഞാനുണ്ടെങ്കിൽ വളരെ മിതഭാഷയായിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ രണ്ടുപേരും കൂടി തല്ലുകൂടുന്നതും കണ്ടിട്ടുണ്ട്. ചികിത്സ തുടങ്ങി ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോഴേക്കും വൈദ്യൻ പറഞ്ഞതനുസരിച്ച് അയാൾ വന്ന് 15 ദിവസത്തോടെ നിൽപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അങ്ങോട്ടെങ്കിലും പോയില്ല. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും പതിവ് പോലെ ഞങ്ങൾ പോകാൻ തുടങ്ങി. പിന്നെ പുള്ളിക്കാരി ഉടനെയൊന്നും ജോലിക്ക് ജോയിൻ ചെയ്യുന്നില്ല. കുറച്ച് നാൾ ചികിത്സ എടുക്കട്ടെ, പുള്ളി വരട്ടെ, അത് കഴിഞ്ഞിട്ട് മാത്രമേ ജോയിൻ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. ഞാൻ ചോദിച്ചു, അത്രയും നാളൊരു കമ്പനി കാത്തിരിക്കുമോ? ആ കമ്പനി അല്ലെങ്കിൽ വേറൊരു കമ്പനി. തൽക്കാലം ജോലിയല്ലോ മോനെ മുഖ്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സാധിച്ചെടുക്കുക. നിനക്കറിയില്ല, നീ കൊച്ചു പയ്യനാണ്. കാര്യം പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ കൊച്ചുമക്കൾ ഉണ്ടാകുന്ന നോക്കിയിരിക്കുന്ന ലോകമാണ്. ഞാനും അങ്ങനെ തന്നെ. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവൻ്റെ വീട്ടുകാർക്കും അവനൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് ശ്യാമളൻ വിവരിച്ച് പറഞ്ഞു. പുള്ളിക്കാരിക്ക് കാര്യങ്ങൾ പറയാൻ പ്രത്യേകിച്ചൊരു മടിയുമില്ല. നിമി ചേച്ചിക്ക് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഏകദേശം 4 മാസത്തിന് മുമ്പാണ് ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്യാമളാൻ്റി അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ നീ ഇവിടെ നിൽക്കുക കുറച്ച് നേരം കേട്ടോ, നീ രാത്രി ഒരു 10 മണിയാകുമ്പോൾ തിരിച്ച് പോയാൽ മതിയെന്നും. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ, ഇവളിപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്, അവിടെ പോവുകയാണ്, അവൾ തിരിച്ചു വരുന്നത് വരെ നീ ഇവിടെ ഇരിക്കുക. നിൻ്റെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിന്നോട് ഞാൻ അത് പറയട്ടെ. അതെന്താ, എന്നെ കുറ്റം പറഞ്ഞ വല്ലതും ആണോ? ആണെങ്കിലും അല്ലെങ്കിലും അവൾ പോകട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും നിമി ചേച്ചി ഒരുങ്ങി അവരുടെ ബന്ധു വീട്ടിലേക്ക് കണ്ടുപോയി. ഞങ്ങൾ രണ്ടുപേരും ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ ശ്യാമളാൻ്റി ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെയും പിടിച്ചവിടെ ഇരുത്തി. എന്നിട്ട് എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചോട് പറഞ്ഞു, ഇനി പറയാൻ പോകുന്നതൊന്നും നിൻ്റെ അമ്മ പറഞ്ഞ കാര്യമല്ല, ഞാൻ അത് വെറുതെ പറഞ്ഞതാണ്. എന്താ ആൻറ്റി ഇത്ര സീരിയസ് എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, മോനെ ഇവളുടെ കാര്യം അറിയാമല്ലോ, 5 വർഷം കഴിഞ്ഞു, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാസത്തിലും ഒക്കെ അവൻ വരുന്നുമുണ്ട്. അവിടെ വൈദ്യൻ പറഞ്ഞ സമയത്ത് അവർ ഒത്തിരി അലോപ്പതി ഡോക്ടർമാരെ കണ്ടതാണ്, ഗുണമില്ല. ഇനി ഒത്തിരി പണമൊക്കെ ചിലവാക്കിയിട്ട് വേറെ എന്തെങ്കിലും വഴികൾ നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവനതിന് കൂട്ടു നിൽക്കുന്നില്ല. കാര്യം അവൻ പറഞ്ഞത് അവന് ഒരു കുഴപ്പമില്ലെന്നാണ്, ഇവൾക്കാണ് കുഴപ്പം. ഇങ്ങനെ പിടിവാശിയാണ്. നല്ലൊരു പയ്യനായിരുന്നു അവൻ കല്യാണം കഴിക്കുമ്പോൾ, ഇവൾക്കും അവനെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ പോയാൽ ഇതെല്ലാം തകരാൻ സാധ്യതയുണ്ട്. ആ വിവാഹബന്ധം തകരരുത്. അതിന് എനിക്കിപ്പോൾ ഒരു വഴി തോന്നുന്നു. ഇത്തിരി വളഞ്ഞ വഴിയാണ്. ആ വഴിയിൽ എന്നെ സഹായിക്കാൻ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് നീ മാത്രമേ ഉള്ളൂ. നീയല്ലാതെ ആരാണെങ്കിലും ആ പദ്ധതികളെല്ലാം പുറത്തെറിഞ്ഞ് കുളമാകും. എൻ്റെ സ്വന്തം മോനെ പോലെയുള്ള നീ. പക്ഷേ ഇവിടെ ഇപ്പോൾ നീ സ്വന്തം മോനെ പോലെയല്ല പ്രവർത്തിക്കേണ്ടത്. എങ്കിലും അതേ കടമകൾ ഞാൻ പറഞ്ഞാൽ നീ കേൾക്കണം. പക്ഷേ നീ ഒരിക്കലും ഇതിന് നോ എന്ന് പറയരുത്. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിക്ക് വേറെ ഒരു വഴിയില്ല. എൻ്റെ മോളുടെ ജീവിതം നടുത്തെരുവിൽ നിൽക്കുകയാണ്. ഇതൊക്കെ കിട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് അമ്പരന്നു. എന്താ ആൻറ്റി, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി എന്നോട് ചോദിച്ചത് കേട്ട് ഞാൻ ഞെട്ടിത്തെരിച്ചു പോയി.
നിനക്ക് ഏതെങ്കിലും പെണ്ണുങ്ങളോട് പ്രേമമുണ്ടോ എന്നാണ് ആദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല. അല്ല, പ്രേമമല്ലെങ്കിൽ നിനക്ക് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആൻറ്റി എന്തെങ്ങനെയൊക്കെ ചോദിക്കുന്നത്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എടാ, ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. നീ ഇത്തിരി നാണക്കാരനാണെന്ന് എനിക്കറിയാം. എന്താ ആൻറ്റി ഇങ്ങനെ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ആൻറ്റി കസേര ഒന്നുകൂടി എന്നോട് ചേർത്തിട്ടു. എന്നിട്ട് എൻ്റെ തോളിലും കവിളിലും ഒക്കെ തഴുകിക്കൊണ്ട് ഞാൻ പറയുകയാണ്, മോനെ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഉഗ്രനാണാണ്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ പല പെണ്ണുങ്ങൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്നും നീ അവരോട് അടുക്കില്ലെന്നും നിൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇവരെന്തായി പറയാൻ വരുന്നത് എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. മോനെ, എൻ്റെ ബേസിക് ഉപദേശം എന്താണെന്ന് അറിയാമോ? നാണമുണ്ടെങ്കിൽ നല്ല ആണാകാൻ കഴിയില്ല. നല്ല ആണിന് നാണം പാടില്ല. ഇത്രയും നാണം നീ ഒരിക്കലും പുറപ്പെടുവിപ്പിക്കരുത്. നീ ആണത്തമാണ് പുറപ്പെടുവിപ്പിക്കേണ്ടത്. ആൻറ്റി എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മോനെ, ഇവിടെ ഇപ്പം നിമി ചേച്ചിയുടെ പ്രശ്നം എന്താണ്? ഒരു കുട്ടിയില്ല എന്നുള്ളതാണ്. ചികിത്സയൊക്കെ നടക്കുന്നുണ്ട്. അവൻ ചില ദിവസങ്ങളിൽ വരുന്നുമുണ്ട്, പിന്നെ പോവുകയും ചെയ്യും. അവനവിടെ വലിയ കമ്പനിയിലെ ജോലി, എപ്പോഴും വന്ന് നിൽക്കാൻ പറ്റില്ല. ചികിത്സ ഇവിടെ നടക്കുന്നു. അവൻ ഇടയ്ക്ക് വന്നിട്ട് പോകുന്നു. പിന്നെ മറ്റു കാര്യങ്ങൾക്കൊന്നും അവൻ്റെ ഭാഗത്തുനിന്ന് വലിയ സഹകരണങ്ങളുമില്ല. അപ്പോൾ പിന്നെയും പിന്നെയും ഈ സ്വപ്നം എപ്പോഴും നിലംപരിശായി പോവുകയാണ്. ആ സ്വപ്നം ഒന്ന് സഫലമാക്കാൻ നിന്നെക്കൊണ്ട് കഴിയും. എന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞ് എന്ന് വെച്ചപ്പോഴേക്കും ആൻറ്റി എൻ്റെ തോളിൽ ഒന്നമർത്തി, നീ അടങ്ങിയിരിക്കും. നീ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരാണാണ്. അവനേക്കാളൊക്കെ എത്രയോ ഭംഗിയാണ് നിന്നെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ കുഴപ്പങ്ങളൊന്നും മോനുണ്ടാകില്ല. ഒരു കുഴപ്പവുമില്ലാത്ത ഒരു ശരീരവും രൂപമാണ് മോനുള്ളത്. അതുകൊണ്ട് മോൻ വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നല്ല റിസൾട്ട് ഉണ്ടാക്കും. ആൻറ്റിക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല. എൻ്റെ മോൾക്ക് നിന്നെ ഇഷ്ടമാണ്. നമുക്ക് ആരും അറിയാതെയുള്ളൊരു ഡീലിങ്സാണ് വേണ്ടത്. ആൻറ്റി, എനിക്കിതൊക്കെ കേട്ടപ്പോഴേ പേടിയാകുന്നു. അപ്പം ആൻറ്റി പറഞ്ഞു, നീ പേടിക്കേണ്ട കാര്യമില്ല. നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. കാര്യങ്ങൾ ഇരു ചെവി അറിയാതെ നമുക്ക് ശരിയാക്കിയെടുക്കണം. നീയും നിമിയുമായി നന്നായിട്ട് അടുക്കണം. അതും സാധ്യതയുള്ള ദിവസങ്ങളിൽ. അവൻ വന്നിട്ട് പോകുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് സാധാരണ ദിവസങ്ങളാകാം. വൈദ്യൻ പറയുന്ന ദിവസങ്ങളാണ് അവൻ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തിരി തള്ളി അവനെ വരുത്താം. അത് കഴിഞ്ഞ് വൈദ്യൻ പറയുന്ന ദിവസങ്ങളില്ലേ, അന്ന് എൻ്റെ മോൻ രംഗപ്രവേശനം നടത്തണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാകും. അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം തുടർച്ചയായിട്ട് നമുക്ക് നമ്മുടെ കളത്തിലേക്ക് ഇറങ്ങാം. ആൻറ്റി, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞില്ലേ? ഒന്ന് പോടാ, മിണ്ടാതിരിക്കെ. പേടിച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യേ, എൻ്റെ കൂടെ കട്ടക്കിങ് നിന്നാൽ മതി. നിവി വരുമ്പോൾ നീ പിന്നെ അവളെ ഈ പറഞ്ഞ പോലെ ചേച്ചി അങ്ങൊരു സ്ഥാനത്ത് കാണാതിരുന്നാൽ മതി. നാളെ നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വരും. അപ്പം നീ അവളെ എങ്ങനെ മാനേജ് ചെയ്യും? എന്തായാലും നിനക്ക് കല്യാണം കഴിക്കണ്ടേ? അതേപോലെ നീ കരുതിയാൽ മതി. എന്നാലും ചേച്ചി, എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല. നിൻ്റെ മനസ്സിൽ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നിനക്ക് എന്തെങ്കിലും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടെങ്കിൽ അവൾ ഇതിലൊക്കെ അഗ്രഗണ്യാണ്. അത് മാറ്റിയെടുക്കും. തൽക്കാലം നിനക്ക് നാണമാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ വലിയ റിസ്ക് അല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കുന്നു. നീ അതിന് എതിര് പറയരുത്. എന്ത് വന്നാലും എൻ്റെ കൂടെ നിൽക്കണം. അതല്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം തകർന്നു പോകും. അതുകൊണ്ടാണ് മോനെ എന്ന് പറഞ്ഞ് ആൻറ്റി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ സമയത്ത് എനിക്ക് നോന്ന് പറയാൻ പറ്റിയില്ല. ഞാൻ എസ് എന്ന് പറഞ്ഞ് വന്നു. എനിക്കാകെ പേടിയായിരുന്നു. ഇതാരെങ്കിലും അറിയുമോ? എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ആ സമയത്ത് ഒരു ഉയർത്തുനിൽപ്പുണ്ടാകുമോ? ഒന്നും അറിയില്ല. എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ നിമി ചേച്ചി എന്നെ ഫോണിൽ വിളിച്ച് അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്കറിയാമല്ലോ. നിനക്കും എന്നെ ഇഷ്ടമാണ്. ബാക്കിയെല്ലാം എൻ്റെ കുഞ്ഞ് മറന്നേക്ക്. എന്തെങ്കിലും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടെങ്കിൽ ചേച്ചി അമ്മാനമാടി ഇവിടെ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ത്രില്ല് തോന്നി, പേടിയും തോന്നി. ആ സമയത്ത് ഒരു ദിവസം എന്നോട് ശ്യാമളാൻറ്റി പറഞ്ഞു ഉച്ചയ്ക്ക് ചെല്ലാൻ. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. അപ്പോൾ ചേച്ചി റെഡിയായിരിക്കുകയായിരുന്നു. എന്നോട് ആ മുറിയിൽ തന്നെ കുളിക്കാൻ പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഓടി വന്ന് തിരശ്ശീല മാറ്റി. ഞാൻ ആകെ നാണിച്ചു പോയി. ചേച്ചി പറഞ്ഞു, ഇനിയിപ്പം നാണിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ലല്ലോ. തിരശ്ശീലകളില്ലാത്ത ലോകത്തു കൂടിയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ മുന്നിൽ തന്നെ എന്നോട്
പ്രണയം മുഴുവനും തുറന്നു കാണിച്ചു. ഞാൻ ശരിക്കും ആദ്യം ഞെട്ടി. പക്ഷേ പിന്നീട് ആ അഭൗമ സൗന്ദര്യത്തിൽ ഞാനും അലിഞ്ഞുപോയി. മധുപാത്രത്തിൽ മധു ചൊരിയുന്നത് ഞാൻ കണ്ടു. ചേച്ചി എന്നെ മധുവനായി ആ നന്ദനവനത്തിലേക്ക് ക്ഷണിച്ചു. ആരെയും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ആണിനും പെണ്ണിനും എല്ലാം പ്രകൃതിയിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നന്ദനവനത്തിലേക്ക് ഓടിയിടാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമുണ്ടായിരുന്നില്ല. എൻ്റെ സ്റ്റാർട്ടിംഗ് ഡബിളുകളൊക്കെ ചേച്ചി മാറ്റിയെടുത്തു. ചേച്ചിയുടെ വേഗതയുള്ള ചലനങ്ങൾ എന്നെയും മാറ്റിമറിച്ചു. ചേച്ചി പറഞ്ഞു, മോനെ, നീ എത്ര പെട്ടെന്നായാലും പ്രശ്നമില്ല, ആദ്യമൊക്കെ സമയം കുറഞ്ഞാലും പ്രശ്നമില്ല, നമുക്ക് വേണ്ടത് ഇതാണെന്ന് പറഞ്ഞ് ചേച്ചി കാതിൽ ആ രഹസ്യം പറഞ്ഞു തന്നു. ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് മെച്ചപ്പെട്ടത്. പക്ഷേ കാര്യങ്ങൾ തകൃതിയായിപ്പോയി. ഇടയ്ക്ക് അവരുടെ ഭർത്താവ് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി നിന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ, അയാൾ പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചേച്ചി പിന്നെയും വിളിച്ചു. കാര്യങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ പോവുകയായിരുന്നു. പക്ഷേ ഒത്തിരിയൊന്നും മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ റിസൾട്ട് കിട്ടി. ചേച്ചി തുള്ളിച്ചാടി. ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരുമെല്ലാം ഇവിടെയുണ്ട്. എല്ലാവരും ചേച്ചിയുടെ സ്പെഷ്യലായുള്ള അവസ്ഥയെ ശുശ്രൂഷിക്കുന്ന തിരക്കിലാണ്. ചേച്ചി എന്നെ വിളിക്കാറില്ല. ഞാനവിടെ ചെല്ലുമ്പോൾ കാണും. ആ സമയത്ത് കണ്ണടച്ച് കാണിക്കും, ഒന്നും ഭാവിക്കരുതെന്നും. പക്ഷേ എനിക്കെന്തോ ഈ ഒരവസ്ഥ വന്നപ്പോഴാണ് ഇതിൻ്റെ യാന്ത്രികതയിൽ നിന്ന് മാറി അവരോടൊരു പ്രണയം മുട്ടിട്ടത്. പക്ഷേ ഇപ്പോൾ ഞാൻ വല്ലാതെ അസ്വസ്ഥനാണ്. എനിക്ക് ആ സാമീപ്യം നഷ്ടപ്പെടുന്നു. അതുമാത്രമല്ല, കുറ്റബോധങ്ങളുമുണ്ട്. ഈ അവസ്ഥ ഞാനെങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പലരും മറ്റുള്ളവരുടെ മനസ്സിനെയും മറ്റു പല കാര്യങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യും. അതുപോലൊരു കഥയാണ് ഇതും. പക്ഷേ അവരാദ്യമേ പറഞ്ഞിരുന്നു അവരുടെ ലക്ഷ്യം എന്താണ്, ആ ചേച്ചിയുടെ ദാമ്പത്യം സംരക്ഷിക്കുക, അവർക്ക് കൂടുതൽ ചിലവുണ്ടാകാതെ കാര്യങ്ങൾ നടന്നു കിട്ടുക എന്നുള്ളതാണ്. അതിന് മോൻ സഹായിക്കണം എന്നാണ് അവിടെ ആൻറ്റി കരഞ്ഞു പറഞ്ഞത്. ഒരിക്കലും ഒരു നല്ല കാര്യമോ അല്ലെങ്കിൽ അനുകരിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ സദാചാരത്തിന് ചേർന്ന കാര്യമോ ഒന്നുമല്ല. പക്ഷേ അവരുടെ പ്രാക്ടിക്കൽ സോണിൽ നിന്ന് അവർ പറഞ്ഞൊരു കാര്യമാണ്. അതിന് നീ സമ്മതിക്കുകയും ചെയ്തു. കരച്ചിൽ കണ്ടിട്ടാണെങ്കിലും അത് ഇങ്ങനെ വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ റിസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുഞ്ഞ്, അങ്ങനെയുള്ള കാര്യം, ദാമ്പത്യം, അതിലേക്ക് തിരിച്ചു പോകുമെന്നറിയാമല്ലോ. ഇപ്പോൾ ഇനി പ്രണയമാണ്, സ്നേഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലല്ല. പ്രണയം തോന്നാമെന്നൊരവസ്ഥയിൽ, പക്ഷെ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ വിഷമിച്ചാലോ ഗുണമില്ല. ഇത് പുറത്തറിഞ്ഞാലോ വാശി പിടിച്ചാലോ വഴക്കുണ്ടാക്കിയാലോ അതെല്ലാം ബൂമറാങ് പോലെ ഭാവിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എല്ലാവരുടെയും ഭാവിക്ക്. അതുകൊണ്ട് തൽക്കാലം ഇത് വളരെ രഹസ്യമായ പ്രാക്ടിക്കലായ ഒരു കരാർ അടിസ്ഥാനത്തിലുള്ള കാര്യമാണെന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധമുണ്ടാകണം. ഇത് കൂടുതൽ ഇമോഷണലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒത്തിരി ഭവിഷ്യത്തുകളുണ്ടാകുന്ന മനസ്സിലാകണം. അങ്ങനെ മനസ്സിനെ അടക്കുക. ഇത്തരം ഗുലുമാലകളൊന്നും ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറ്റബോധം ശരിയാണ്, ആർക്കും തോന്നും. പക്ഷെ അത് ഒഴിവാക്കി നമ്മൾ ഇനിയും ഇത്തരം കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകാതെ ജീവിച്ചെങ്കിൽ മാത്രമേ ശരിയാകുകയുള്ളൂ. നടന്നുപോയ കാര്യങ്ങൾ തിരുത്തിയെടുക്കാൻ നമുക്ക് പറ്റില്ല. അവരുടെ കംഫർട്ട് സോണിലേക്ക് പോയി നമ്മൾ തിരിച്ച് നമ്മുടെ കംഫർട്ട് സോണിലേക്ക് വരിക. അല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ മുന്നോട്ട്.